അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ദശമസ്കന്ധം 70 അധ്യായം എടുത്തുകൊണ്ടിരിക്കുന്നു. അതെ സർ. 70-ലെ 12 10 എടുത്തല്ലോ. 10 എടുത്തു. 11 എടുക്കാം. 11 എടുത്തോ? ഇല്ല, 11 എടുത്തില്ല. 11 ഇനി എടുക്കണം. 10 എടുത്തു. ശരി. ആത്മാനം ഭൂഷയാമാസ നരലോക വിഭൂഷണം വാസോഭൂഷണൈ ദിവ്യസ്രഗനുലേപനൈ. ഒരു ദിവസത്തെ ഭഗവാന്റെ കൃത്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ആയിരുന്നു, പശുക്കളെ ദാനം ചെയ്തു എന്നുവരെയാണ് പറഞ്ഞു വെച്ചത്. ഗോവിപ്രദേവത വൃദ്ധ ഗുരുവിൻ ഭൂതാനി സർവശ നമസ്കൃത്യ അവരെ നമസ്കരിച്ചിട്ട് ആത്മസംഭൂതി മംഗളാനി സമസ്പൃശ മംഗളകരമങ്ങളായ ചന്ദനാദികളായ ലേപനങ്ങൾ സ്പർശിച്ചു. ആത്മാനം ഭൂഷയാമാസ തന്നെ അലങ്കരിച്ചു. നരലോക വിഭൂഷണം മനുഷ്യലോകത്തിലുള്ള അലങ്കാരമായിരിക്കുന്ന, നരലോകത്തിന് വിഭൂഷണമായിരിക്കുന്ന തന്നെ ആത്മാനം ഭൂഷയാമാസ ഭഗവാൻ ഈ ലോകത്തിനൊരു അലങ്കാരമാണ്. അങ്ങനെയുള്ള ഭഗവാൻ സ്വയം അലങ്കരിച്ചു. വാസോഭിഹി വസ്ത്രങ്ങളാൽ, ഭൂഷണൈഹി ആഭരണങ്ങളാൽ, സ്വീയൈഹി സ്വകീയങ്ങളായ, ദിവ്യ സ്രഗ് അനുലേപനൈഹി ദിവ്യങ്ങളായ മാലകളെ കൊണ്ടും കുറുക്കൂട്ടുകളെ കൊണ്ടും ഒക്കെ തന്നെത്താൻ അലങ്കരിച്ചു, ഒരുങ്ങി എന്നർത്ഥം. എന്തുകൊണ്ടൊക്കെയാണ് ഭഗവാൻ ഒരുങ്ങിയത്? വസ്ത്രം കൊണ്ട്, ഭൂഷണങ്ങളെ കൊണ്ട്, ദിവ്യമായ മാല കൊണ്ട്, ചന്ദനാദികളായ അനുലേപനങ്ങളെ കൊണ്ട്. ആത്മാനം ഭൂഷയാമാസ. ഇവിടെ എന്തിനാണ് ഭഗവാൻ അലങ്കാരം എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ ലോകത്തിൽ തന്നെ ഭഗവാന്റെ അലങ്കാരമാണ്. മനുഷ്യലോകത്തിൽ ഭഗവാന്റെ അലങ്കാരമാണ്. നരലോക വിഭൂഷണം ആത്മാനം, അങ്ങനെയുള്ള തന്നെ വാസോഭിഹി ഭൂഷണൈ ശ്രീയേഹി ദിവ്യ സ്രഗനുലേപനൈഹി ഭൂഷയാമാസ. ഇത്രയും കൊണ്ട് ഭഗവാൻ സ്വയം അലങ്കരിച്ചു. ആത്മാനം ഭൂഷയാമാസ നരലോക വിഭൂഷണം വാസോഭൂഷണൈ സ്വീയേ ദിവ്യസ്രഗനുലേപനൈ. ആത്മാനം ഭൂഷയാമാസ നരലോക വിഭൂഷണം വാസോഭൂഷണൈ സ്വീയേ ദിവ്യസ്രഗനുലേപനൈ. ആത്മാനം ഭൂഷയാമാസ നരലോക വിഭൂഷണം വാസോഭൂഷണൈ സ്വീയേ ദിവ്യസ്രഗനുലേപനൈ. അവേക്ഷ്യാജ്യം തഥാദർശം ഗോവൃഷദ്വിജദേവതാഃ കാമാംശവർവർണ്ണാനാം പൗരാന്തപുരചാരിണാം പ്രദാപ്യ പ്രകൃതികാമൈ പ്രദോഷ്യ പ്രത്യനന്ദതാം. അവേക്ഷ്യ നോക്കിയിട്ട്, കണ്ടിട്ട്, ആജ്യം നെയ്യ്, തഥാ അങ്ങനെ, ആദർശം കണ്ണാടി, ഗോ വൃഷ ദ്വിജദേവതാഹ ഗോക്കൾ പശുക്കളെ, അതുപോലെ വൃഷം കാള, ദ്വിജന്മാർ ബ്രാഹ്മണർ, ദേവതകൾ താൻ ഉപാസിക്കുന്ന ദേവതകൾ, ഇവരെയൊക്കെ ആലോകനം ചെയ്തു, നോക്കി, കണ്ടു എന്നർത്ഥം. അവേക്ഷ്യ ആജ്യം തഥാദൃശം ഗോവൃഷദ്വിജദേവതാഹ. ഒരു ദിവസത്തെ നിത്യകർമ്മങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ് ഇത്രയും അലങ്കാരങ്ങളെല്ലാം കഴിഞ്ഞ് മംഗല വസ്തുക്കൾ കാണണം എന്നാണ്. അതുകൊണ്ടാണ് നെയ്യിലേക്ക് നോക്കണം, നെയ്യ് കാണണം, കണ്ണാടി കാണണം, പശുവിനെ കാണണം, കാളയെ കാണണം, ഉത്തമരായ ബ്രാഹ്മണരെ കാണണം, എന്നും ആരാധിക്കുന്ന ദേവാരമൂർത്തികളായ ദേവതകളെ കാണണം.
അവേക്ഷ്യ ആജ്യം തഥാദൃശം ഗോവൃഷദ്വിജദേവതാഃ കാമാംശ്ച സർവവർണ്ണാനാം കാമാംശ്ച എല്ലാ വർണ്ണങ്ങളുടെയും കാമാംശ്ച ആഗ്രഹങ്ങളെ പൗരാന്തപുരചാരിണാം അന്തപുരചാരികളായ പൗരന്മാരുടെ അന്തപുരചാരിണാം പുരത്തിൽ വസിക്കുന്നവരാണ് പൗരന്മാർ, അന്തപുരത്തിൽ വസിക്കുന്നവർ അന്തപുരചാരികൾ. ഇവരുടെ പൗരന്മാരുടെയും അന്തപുരചാരികളുമായ എല്ലാ വർണ്ണികളുടെയും കാമാംശ ആഗ്രഹങ്ങളെ പ്രതാപ്യ കൊടുത്തിട്ട് പിന്നെ ചെയ്യുന്നത്, തൻ്റെ കൂടെ കൊട്ടാരത്തിൽ താമസിക്കുന്ന പൗരന്മാരുണ്ട്, അന്തപുരത്തിലെ ജോലി ചെയ്യുന്ന അന്തപുരചാരികളുണ്ട്, അതെല്ലാ വർണ്ണികളും അവിടെ ഉണ്ട് എന്ന് പറയുക. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർ 4 കൂട്ടരുണ്ടാണ്. ഈ 4 വർണ്ണികളിലുമുള്ള പൗരന്മാർക്കും അന്തപുരചാരികൾക്കും അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയോ അതൊക്കെ പ്രതാപ്യ ദാനം കൊടുക്കും. ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതൊക്കെ ദാനം ചെയ്യും. പ്രകൃതീഹി കാമൈഹി പ്രതോഷ്യ, പ്രകൃതികളെ എന്നുവെച്ചാൽ പ്രജകളെ ആ കാമൈഹി ആഗ്രഹങ്ങളെ കൊണ്ട് പ്രതോഷ്യ സന്തോഷിപ്പിച്ചിട്ട് പ്രത്യനന്തത താൻ ഏറ്റവും സന്തോഷിച്ചു. പ്രജകൾക്ക് അവരുടെ കാമനകൾ സാധിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചിട്ട് ആ സന്തോഷം കൊണ്ട് താനും സന്തോഷിച്ചു. പ്രജകളുടെ സന്തോഷം തനിക്ക് സന്തോഷമായി തോന്നി. അവേക്ഷ്യാജ്യം തഥാദർശം ഗോവൃഷദ്വിജദേവതാഃ കാമാംശ്ച സർവവർണ്ണാനാം പൗര അന്തഃപുരചാരിണാം പ്രതാപ്യ പ്രകൃതി കാമേ പ്രദോഷ്യ പ്രത്യനന്ദതാം. അവേക്ഷ്യാജ്യം ആജ്യം തഥാദർശം ഗോവൃഷദ്വിജദേവതാം കാമാംശ്ച സർവവർണ്ണാനാം പൗര അന്തഃപുരചാരിണാം പ്രതാപ്യ പ്രകൃതി കാമേ പ്രദോഷ്യ പ്രത്യനന്ദതാം. അവേക്ഷ്യാജ്യം തഥാദർശം ഗോവൃഷദ്വിജദേവതാം കാമാംശ്ച സർവവർണ്ണാനാം പൗര അന്തഃപുരചാരിണാം പ്രതാപ്യ പ്രകൃതി കാമൈ പ്രദോഷ്യ പ്രത്യനന്ദതാം. സംവിഭജ്യാഗ്രതോ വിപ്രാൻ സക്താംബൂലാനുലേപനൈ സുഹൃത പ്രകൃതിർദാരാൻ ഉപായുങ്ക്ത സ്വയം. സംവിഭജ്യ അഗ്രതോ, സംവിഭജ്യ വിഭജിച്ചിട്ട്, അഗ്രത മുമ്പിൽ ആദ്യം, വിപ്രാൻ ബ്രാഹ്മണരെ, സ്രക്താംബൂല അനുലേപനൈ, സ്രക്ക് മാല, താംബൂലം വെറ്റില, അനുലേപനം താംബൂല അനുലേപനം വെറ്റിലയിൽ തേക്കേണ്ടതായ വസ്തുക്കൾ എല്ലാം, അതിൻ്റെ കൂടെ ചേർക്കേണ്ടതെല്ലാം അനുലേപനങ്ങളായതെല്ലാം. ഇതൊക്കെ ആദ്യം ബ്രാഹ്മണർക്ക് വിഭജ്യ വേർപ്പെടുത്തിയിട്ട്, വിഭജ്യ സുഹൃദ സുഹൃത്തുക്കൾക്ക്, പ്രകൃതിഹി പ്രജകൾക്ക്, ധാരാൻ അവരുടെ പത്നിമാർക്ക്, ഉപായുക്ത ഉപയോഗിപ്പിച്ചു, തതസ്വയം എന്നിട്ട് താനും. അപ്പൊ കൂടെയുള്ളവരെയൊക്കെ തൃപ്തിപ്പെടുത്തിയ ശേഷമേ ഗൃഹസ്ഥൻ ഇതൊക്കെ സ്വീകരിക്കാവൂ എന്ന് വിധിയുണ്ട്. ആ തത്വം ഭഗവാൻ ആചരിച്ചു കാണിച്ചു എന്നർത്ഥം. ഇനിയും ഇതെല്ലാം കഴിഞ്ഞിട്ട് കൂടെയുള്ള ആൾക്കാരെ പ്രത്യേകം തിരിച്ചു, ബ്രാഹ്മണരെ, സുഹൃത്തുക്കളെ, പൗരന്മാരെ, അവരുടെ പത്നിമാരെയൊക്കെ പ്രത്യേകം വേർതിരിച്ച് മാറ്റി നിർത്തിയിട്ട് അവർക്കെല്ലാം മാലയും താമ്പൂലാദികളും ഒക്കെ ദാനം ചെയ്തു. എന്നിട്ട് താനും സ്വയം ഉപയോഗിച്ചു. എന്നിട്ട് താൻ മാലചാർത്തി വെറ്റില അല്ലെ മുറക്കാൻ മുതലായത് താൻ ഉപയോഗിച്ചു ഇവർക്കെല്ലാം കൊടുത്തിട്ട്. സംവിഭജ്യാകൃതോ വിപ്രാൻ സക്താംബൂലാനുലേപനൈ സുഹൃത പ്രകൃതിർദാരാൻ ഉപായുക്ത സ്വയം. സംവിഭജ്യാകൃതോ വിപ്രാൻ സക്താംബൂലാനുലേപനൈ
സുഹൃത പ്രകൃതിർധാരാൻ ഉപായും തതസ്വയം സംവിഭജ്യഗ്രതോ വിപ്രാൻ സക്താംബൂലാനുലേപനൈ സുഹൃത പ്രകൃതിർധാരാൻ ഉപായും തതസ്വയം താവത് സൂത ഉപാനീയ സ്യന്തനം പരമാത്ഭുതം സുഗ്രീവാദ്യേർഹയേർയുക്തം പ്രണമ്യ അവസ്ഥിതോഗ്രത. താവത് സൂത ഉപാനീയ, അപ്പോഴേക്കും സൂതൻ കൊണ്ടുവന്നിട്ട്, ഉപാനീയ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട്, സ്യന്തനം തേരെ പരമാത്ഭുതം, പരമവും അത്ഭുതവുമായ തേര് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട്, പരമാത്ഭുതം സ്യന്തനം ഉപാനീയ, ഇത്രയും ആയപ്പോഴത്തേക്കും സൂതൻ തേരോടിക്കുന്നവൻ, തേരാളിയായ ഡ്രൈവർ തേരടുത്തേക്ക് കൊണ്ടുവന്നിട്ട് സുഗ്രീവാദ്യേർ ഹയർ യുക്തം പ്രണമ്യ അവസ്ഥിതോ അഗ്രത, സുഗ്രീവാദികളായ ഹയങ്ങളാൽ ചേർന്ന തേര്. സുഗ്രീവൻ എന്നുള്ളത് ഒരു കുതിരയുടെ പേരാണ്, തേരിൽ കെട്ടുന്ന കുതിരയുടെ പേരാണ് സുഗ്രീവ. ആദി ശബ്ദം കൊണ്ട് സുഗ്രീവൻ മുഖ്യന്മാരായ കുതിരകൾ. എന്താണ് സുഗ്രീവൻ, ശൈബ്യം, മേഘപുഷ്പം, വലാഹകം എന്ന് 4 പേരുള്ള 4 കുതിരകളെ കൂട്ടിയ തേരാണ് ഭഗവാൻ ഉപയോഗിക്കുന്നത്. അടുത്ത കാലത്ത് ഒത്തിരി ചർച്ചയും ഒത്തിരി ചോദ്യങ്ങൾ എന്നോട് വന്നതാണ്. ശ്രീകൃഷ്ണന്റെ തേരിൽ 5 കുതിരയാണോ 4 കുതിരയാണോ എന്നിങ്ങനെ ഒത്തിരി സംശയങ്ങൾ. അപ്പൊ അതൊക്കെയാണ് സംശയങ്ങൾ കൂടുതൽ. ഭാഗവതം സ്പഷ്ടമായിട്ട് പറഞ്ഞു 4 കുതിരകളെ ഉള്ളൂ. ഓരോരുത്തരെ പഞ്ചഭൂതങ്ങളുടേതാണ്, ജ്ഞാനേന്ദ്രിയങ്ങളുടേതാണ്, കർമ്മേന്ദ്രിയങ്ങളുടേതാണ്, 5 കുതിരകളാണുള്ളത്. അതുകൊണ്ട് ചിത്രത്തിൽ നോക്കൂ 5 കുതിരയാണോ വേണ്ടത് എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഭാഗവതം സ്പഷ്ടമാക്കി ശ്രീകൃഷ്ണ ഭഗവാന്റെ തേരിന് 4 കുതിരയുള്ളൂ. 4 കുതിരകൾക്കും പേരുണ്ട്. ഒന്ന് ശൈബ്യൻ എന്നുള്ളത്, പിന്നൊന്ന് സുഗ്രീവം, പിന്നൊന്ന് മേഘപുഷ്പം, പിന്നൊന്ന് വലാഹകം എന്ന് 4 പേരുള്ള കുതിരകൾ കൂട്ടിക്കെട്ടിയ തേരിലാണ് ഭഗവാന്റെ യാത്ര. ഭാഗവത് സ്പഷ്ടമാക്കിയ സ്ഥിതിക്ക് ഈ ആശങ്കയ്ക്ക് ആവശ്യമില്ല. ആരെങ്കിലും ആശങ്കപ്പെട്ടാൽ പറഞ്ഞു കൊടുക്കാം. ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് 4 കുതിരകളെ ഉള്ളൂ ഭഗവാന്റെ തേരിന്. സുഗ്രീവാദ്യേർ ഹയയുക്തം, സുഗ്രീവാദികളായ കുതിരകളോട് ചേർന്നതും പ്രണമ്യ അവസ്ഥിതോഗ്രത, പ്രണമ്യ നമസ്കരിച്ചിട്ട്, അഗ്രത മുമ്പിൽ, അവസ്ഥിത സ്ഥിതിയിൽ. അപ്പോഴത്തേക്കും സൂതൻ തേര് കൊണ്ടെന്ന് ഭഗവാന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഭഗവാനെ ഒന്ന് നമസ്കരിച്ചിട്ട് മുമ്പിൽ നിശബ്ദനായിട്ട് നിന്നു. തേരിൽ കയറിക്കോളൂ എന്നാണ് അർത്ഥം. താവത് സൂത ഉപാനീയ സ്യന്തനം പരമാത്ഭുതം സുഗ്രീവാദ്യേർ ഹയർയുക്തം പ്രണമ്യ അവസ്ഥിതോഗ്രത. താവത് സൂത ഉപാനീയ സ്യന്തനം പരമാത്ഭുതം സുഗ്രീവാദ്യേർ ഹയർയുക്തം പ്രണമ്യ അവസ്ഥിതോഗ്രത. താവത് സൂത ഉപാനീയ സ്യന്തനം പരമാത്ഭുതം സുഗ്രീവാദ്യേർ ഹയർയുക്തം പ്രണമ്യ അവസ്ഥിതോഗ്രത. ഗൃഹീത്വാ പാണിനാ പാണി ഭാരതേസ്തമധാരുഹത് ഫാത്യക്യുദ്ധവ സംയുക്ത പൂർവാദ്രിമിവ ഭാസ്കരാം. പാണിന ഗൃഹീത്വ, കൈകൊണ്ട് പിടിച്ചിട്ട്, പാണി കൈകൊണ്ട് കൈ പിടിച്ചിട്ട്, സാരഥേഹി പാണി പാണിന ഗൃഹീത്വ, സാരഥിയുടെ കയ്യിൽ തന്റെ കൈ കൊണ്ട് പിടിച്ചിട്ട്, തം അഥ ആരുഹത്, അതിലേക്ക് കയറി. സാരഥിയുടെ കൈ പിടിച്ച്, തന്റെ കൈ കൊണ്ട് സാരഥിയെ കൈ പിടിച്ച് താൻ തേരിലേക്ക് കയറി. പാണിന ഗൃഹീത്വ സാരഥേഹി പാണി തം അഥ ആരുഹത്, ആരുഹത് ആരോഹണം ചെയ്തു കയറി. സാത്യകി ഉദ്ധവ സംയുക്ത, സാത്യകിയോടും ഉദ്ധവനോടും കൂടിച്ചേർന്നിട്ടാണ് തേരിൽ കയറി. 3 പേരാണ് യാത്രക്കാർ. ഒന്ന് ശ്രീകൃഷ്ണൻ, പിന്നൊന്ന് സാത്യകി, പിന്നൊന്ന് ഉദ്ധവ്.
ഇവരോട് കൂടി ചെന്ന് തേരിൽ കയറി. പൂർവാദ്രിമിവ ഭാസ്കര, കിഴക്കേ ഉദയപർവ്വതത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ശോഭിച്ചു ഭഗവാൻ എന്നർത്ഥം. ഓ, ഞാൻ ക്ലാസ്സിലാണല്ലോ. അത് ഒരു 3:30 കഴിഞ്ഞ് വിളിക്കാമോ? ഒരു 4:30 കഴിഞ്ഞ് വിളിക്കാമോ? ഞാനിപ്പോ ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കാം. 4:30 ആയിട്ട് വിളിക്കാം. പൂർവാദ്രിം ഭാസ്കരൈവ, കിഴക്കേ പർവ്വതത്തിൽ ഉദയാദ്രിയിൽ സൂര്യൻ എന്നതുപോലെ ഭഗവാൻ ആ തേരിൽ ശോഭിച്ചു എന്നർത്ഥം. ഗൃഹീത്വാ പാണിനാ പാണി ഫാരതേസ്തമാധാരുഹത് ഫാത്യക്യുദ്ധവ സംയുക്ത പൂർവാദ്രിമിവ ഭാസ്കര. ഗൃഹീത്വാ പാണിനാ പാണി ഫാരതേസ്തമധാരുഹത് ഫാത്യക്യുദ്ധവ സംയുക്ത പൂർവാദ്രിമിവ ഭാസ്കര. ഗൃഹീത്വാ പാണിനാ പാണി ഫാരതേസ്തമധാരുഹത് ഫാത്യക്യുദ്ധവ സംയുക്ത പൂർവാദ്രിമിവ ഭാസ്കര. സാറേ സാത്വിക ആരാ? സാത്വികയോ? ഭഗവാന്റെ മന്ത്രിമാരിൽ ഒരാൾ. അത്രയുള്ളല്ലേ? ഈക്ഷിതോന്തഃപുരസ്ത്രീണാം സവ്രീഡ പ്രേമ വീക്ഷിതേ കൃച്ഛാദ് വിസൃഷ്ടോ നിരഗജാതഹാസോ ഹരന്മനാം. ഈക്ഷിതോ അന്തഃപുരസ്ത്രീണാം, അന്തഃപുര സ്ത്രീകളാൽ നോക്കപ്പെട്ടവനായിട്ട്, ഈക്ഷിത നോക്കിയവനായിട്ട്, സവ്രീഡ പ്രേമ വീക്ഷണൈ, സവ്രീഡം ലജ്ജയോടെ പ്രേമത്തോടെയുള്ള വീക്ഷണങ്ങളാൽ, സവ്രീഡ പ്രേമ വീക്ഷിതൈ ലജ്ജയോടും പ്രേമത്തോടും കൂടിയുള്ള നോട്ടങ്ങളാൽ ഈക്ഷിത നോക്കിക്കൊണ്ട്, ഹൃച്ഛാത് വളരെ വേഗത്തിൽ, വിസൃഷ്ട തേര് മുമ്പോട്ട് വിസർജിക്കപ്പെട്ടു, നിരഗാത് നിർഗമിച്ചു, ജാതഹാസോ ഹരന്മന ഒരു പുഞ്ചിരിയോടെ എല്ലാവരുടെയും മനസ്സിനെ ഹരിപ്പിക്കുമാറ് ഭഗവാൻ തേരിൽ കയറി യാത്ര ആരംഭിച്ചു എന്നർത്ഥം. സവ്രീഡ പ്രേമ വീക്ഷിതൈഹി അന്തഃപുര സ്ത്രീണാം ഈക്ഷിത. പോകുന്ന വഴിക്ക് രണ്ടു വശത്തുമുള്ള കുറെ അധികം സ്ത്രീകൾ ലജ്ജയോടെ പ്രേമത്തോടെ ഭഗവാനെ നോക്കി നിന്നു. ആ നോട്ടങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ യാത്ര പുറപ്പെട്ടത്. വളരെ വേഗത്തിൽ മുമ്പോട്ട് തേരെ ഓടി. ജാതഹാസനായി ഭഗവാൻ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവരുടെ മനസ്സിനെ അപഹരിച്ചുകൊണ്ട് തേർ മെല്ലെ മുമ്പോട്ട് നീങ്ങി തുടങ്ങി. ഈക്ഷിതോ അന്തഃപുരസ്ത്രീണാം സവ്രീഡ പ്രേമ വീക്ഷിതേ കൃച്ഛാദ് വിസൃഷ്ടോ നിരഗജാതഹാസോ ഹരന്മനാം. ഈക്ഷിതോ അന്തഃപുരസ്ത്രീണാം സവ്രീഡ പ്രേമ വീക്ഷിതേ കൃച്ഛാദ് വിസൃഷ്ടോ നിരഗജാതഹാസോ ഹരന്മനാം. ഈക്ഷിതോ അന്തഃപുരസ്ത്രീണാം സവ്രീഡ പ്രേമ വീക്ഷിതേ കൃച്ഛാദ് വിസൃഷ്ടോ നിരഗജാതഹാസോ ഹരന്മനാം. സുധർമാഖ്യാം സഭാം സർവേർവിഷ്ണഭിഃ പരിവാരിതാം പ്രാവിശത് എന്നിവിഷ്ടാനാം നസന്ധ്യംഗ ഷഡൂർമയാം. സുധർമ്മ എന്നു പേരുള്ള സഭയിലേക്കാണ് ഭഗവാൻ യാത്ര പുറപ്പെട്ടത്. സുധർമാഖ്യാം സഭാം, സുധർമ്മ എന്നു പേരുള്ള സഭയിലേക്ക്. സർവൈഹി വൃഷ്ണിഭിഃ പരിവാരിത, എല്ലാ വൃഷ്ണികളാലും ചുറ്റപ്പെട്ടുകൊണ്ട്, പരിവാരിത ചുറ്റപ്പെട്ടുകൊണ്ട്, സർവൈഹി വൃഷ്ണിഭിഃ പരിവാരിത എല്ലാ വൃഷ്ണികളാലും ചുറ്റപ്പെട്ടുകൊണ്ട്, പ്രാവിശത് പ്രവേശിച്ചു. ഇവിടെ സുധർമാഖ്യം സഭാം പ്രാവിശത്. യത് നിവിഷ്ടാനം, ആ സഭയിൽ പ്രവേശിച്ചവർക്ക് നസന്ധി ഇല്ല, സന്ധിയുണ്ട്, നസന്ധി ഉണ്ടാവില്ല. അംഗ സംബോധനയാണ് രാജാവേ. ഷഡൂർമയ, 6 ഊർമികൾ അവർക്കുണ്ടാവില്ല.
ഈ സുധർമ്മ എന്ന സഭയുടെ ഒരു പ്രത്യേകതയാണ്. അതിൽ കയറിയിരുന്ന പിന്നെ ഷഡൂർമികൾ ബാധിക്കത്തില്ല. എന്താണ് ഷഡൂർമികൾ എന്നാണെങ്കിൽ, ആദ്യം ദാഹവും വിശപ്പും. അത് ശരീരത്തിന്റെ ധർമ്മങ്ങളാണ്. മനസ്സിന്റെ ധർമ്മങ്ങളായ ശോകവും മോഹവും. വിശപ്പ്, ദാഹം, ശോകം, മോഹം. പിന്നെ ശരീരത്തിന്റെ നിയതധർമ്മമായ ജരയും മരണവും. അപ്പൊ 6 ദാഹം, വിശപ്പ്, ശോകം, മോഹം, ജരയും മരണവും. ഈ 6 ഷഡൂർമികൾ. ഇത് ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞ ഷഡ്വൈദികൾക്ക് വിളയാട്ടത്തിനാക്കരുതെന്ന് പറഞ്ഞ ഇത് തന്നെയാണോ? അതല്ല, അത് കാമക്രോധ രാഗദ്വേഷ ലോഭാദികളാണ്. അത് ഷഡ്വൈദികളാണ്. വൈദികൾ. ഇത് ഷഡൂർമികളാണ്. ഊർമി തിരമാല എന്ന പോലെ ഒന്നിനോടൊന്ന് തുടർച്ചയായി വരുന്നതുകൊണ്ടാണ് ഈ അവസ്ഥാവിശേഷങ്ങൾക്ക് ദാഹവും വിശപ്പും പുറകെ വന്നുകൊണ്ടേയിരിക്കും. ഊർമി പോരാ. ഒരിക്കൽ വന്ന് പരിഹരിച്ചാൽ തീർന്നു എന്ന് വിചാരിക്കേണ്ട, ഇത്തിരി കഴിയുമ്പോൾ പിന്നെ വരും. അതുപോലാണ് ശോകവും മോഹവും. അങ്ങനെയാണ്, ഒന്നിനു പുറകെ വന്നുകൊണ്ടിരിക്കും. ജരയും മരണവും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഊർമി എന്നവർക്ക് പേര് വരാൻ കാരണം. ഷഡൂർമികൾ എന്ന്. പ്രാണന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒക്കെ ധർമ്മങ്ങളാണ് ഇവരൊക്കെ. അപ്പൊ ഈ സഭയിൽ പ്രവേശിക്കുന്നവർക്ക് ഈ 6 കൂട്ടം ഉണ്ടാവില്ല എന്ന്. ശ്രീകൃഷ്ണന്റെ മന്ത്രസഭയുടെ പേരാണ് സുധർമ്മ. ഇത്രയും രാവിലത്തെ ഒരുക്കങ്ങൾ കഴിഞ്ഞ് ഭഗവാൻ മന്ത്രിമാരുമായി ആ സഭയിലേക്ക് പ്രവേശിക്കും. അതിൻ്റെ അകത്ത് കടന്നിരിക്കുന്ന അത്രയും സമയവും ആർക്കും ദാഹവും വിശപ്പും ശോകവും മോഹവും ജരയും മരണവും ഉണ്ടാവില്ല. അതിന് പുറത്തിറങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഇതതിൻ്റെ ഒരു വിശേഷമാണ്. സുധർമാഖ്യം സഭാം സർവേർ വൃഷ്ണിഭി പരിവാരിത പ്രാവിശത് എന്നിവിഷ്ടാനാം അംഗഷഡൂർമയാം. സുധർമാഖ്യം സഭാം സർവേർ വിഷ്ണിഭി പരിവാരിതാം പ്രാവിശത് എന്നിവിഷ്ടാനാം അംഗഷഡൂർമയാം. തത്രോപവിഷ്ട പരമാസനേ വിഭൗ സ്വഭാസാ കകുഭോവഭാസയൻ വദോ നൃസിംഹേർയദുത്തമോ യഥോദുരാജോ ദിവിതാരകാഗണൈഃ. തത്ര ഉപവിഷ്ടഃ, അവിടെ ഇരുന്നു കൊണ്ട്. പരമാസനേ ഉപവിഷ്ടഃ, അവിടെ പരമമായ ഒരു ആസനത്തിൽ, പീഠത്തിൽ ഇരുന്നു കൊണ്ട് വിഭുവായ ഭഗവാൻ. തത്ര പരമാസനേ ഉപവിഷ്ടഃ വിഭുഃ, ബഭൗ ശോഭിച്ചു. സ്വഭാസ, തന്റെ ശോഭ കൊണ്ട് തന്നെ. കകുഭോ അവഭാസയൻ, വിദിക്കുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട്. കകുഭുകൾ എന്ന് വെച്ചാൽ വിദിക്കുകൾ, ദിക്കിന്റെ കോണുകൾ. ദിക്ക്, വിദിക്ക് എന്ന് വെച്ചാൽ ദിക്കിന്റെ കോണുകൾ. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് ദിക്കാണ്. ആ എല്ലാ ദിക്കുകളിലും ഇടയ്ക്ക് കോണുണ്ട്. ഇപ്പൊ കിഴക്ക്, തെക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ് വടക്ക്, അതുപോലെ വടക്ക് കിഴക്ക്. ഈ 4 വിദിക്കുകൾ എന്ന് പറയാം. അതാണ് കകുഭ. കകുഭ വിദിക്കുകളെ. അവഭാസയൻ ശോഭിച്ചുകൊണ്ട്. വൃതോ ചുറ്റപ്പെട്ടുകൊണ്ട്. നൃസിംഹൈഹി യദുഭിഹി യദുത്തമ. നൃസിംഹം നരശ്രേഷ്ഠൻ എന്നേ ഉള്ളൂ. സിംഹശബ്ദത്തിന്റെ ശ്രേഷ്ഠൻ എന്നർത്ഥം. അപ്പൊ നൃസിംഹം എന്ന് വെച്ചാൽ നരസിംഹം. നരസിംഹം എന്ന് വെച്ചാൽ നരന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായവൻ എന്നർത്ഥം. ഇവിടെ മറ്റു നരസിംഹത്തെ ഒന്നും കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. നൃസിംഹൈഹി യദുഭിഹി, നരശ്രേഷ്ഠന്മാരായ യാദവന്മാരാൽ വൃത ചുറ്റപ്പെട്ടു. നൃസിംഹൈഹി യദുഭിഹി വൃതോ. യദുത്തമ ഭഗവാൻ, യദുത്തമനായ ഭഗവാൻ നരശ്രേഷ്ഠന്മാരായ യാദവന്മാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട്. യഥാ ഉടുരാജോ ദിവി താരകാഗണേ,
എപ്രകാരമാണോ ഉടുരാജ നക്ഷത്രങ്ങളുടെ രാജാവായ ചന്ദ്രൻ ദിവി ആകാശത്തിൽ താരകാഗണൈഹി നക്ഷത്ര സമൂഹത്താൽ എപ്രകാരം ചുറ്റപ്പെട്ട് ശോഭിക്കുന്നുവോ അതുപോലെ ഭഗവാൻ ആ സഭയിൽ ശോഭിച്ചു. അവിടെ ഉത്കൃഷ്ടമായ പരമമായ ഒരു പീഠത്തിൽ ഭഗവാൻ ഇരുന്നു. ആ ഭഗവാന്റെ ശോഭ കൊണ്ട് ദിക്കുകളൊക്കെ അങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരുന്നു. ആ സഭയിലേക്ക് യാദവന്മാരിൽ ശ്രേഷ്ഠന്മാരായ കുറെ ആൾക്കാര് ഭഗവാനെ ചുറ്റി നിന്നു. ഇത് കണ്ടാൽ ആകാശത്തിൽ ചന്ദ്രന്റെ ചുറ്റുമായി നക്ഷത്രങ്ങൾ ഇരിക്കുന്നത് പോലെ ദിവി താരകാഗണേഹി യഥാ ഉടുരാജൈവ ആകാശത്തിൽ താരകാഗണങ്ങളാൽ ഉടുരാജൻ എന്ന പോലെ നക്ഷത്രങ്ങളെ ചുറ്റി ചന്ദ്രൻ ആകാശത്ത് ശോഭിക്കുന്നത് പോലെ ഇവരും ശോഭിച്ചു എന്നർത്ഥം. തത്രോപവിഷ്ട പരമാസനേ വിഭുർ ബഭൗ സ്വഭാസാകുഭോ വഭാസയൻ വൃതോ നൃംഹേർയതുഭിര്യദൂത്തമോ യഥോ ദുരാജോ ദിവിതാരകാഗണൈ. തത്രോപവിഷ്ട പരമാസനേ വിഭുർ ബഭൗ സ്വഭാസാകുഭോ വഭാസയൻ വൃതോ നൃംഹേർയതുഭിര്യദൂത്തമോ യഥോ ദുരാജോ ദിവിതാരകാഗണൈ. തത്രോപവിഷ്ട പരമാസനേ വിഭുർ ബഭൗ സ്വഭാസാകുഭോ വഭാസയൻ വൃതോ നൃംഹേർയതുഭിര്യദൂത്തമോ യഥോ ദുരാജോ ദിവിതാരകാഗണൈ. തത്രോപമന്ത്രിണോ രാജൻ നാനാഹാസ്യരസൈർവിഭും ഉപതസ്തുർനടാചാര്യാ നർത്തക്യസ്താണ്ഡവൈ പൃഥക്. തത്ര അവിടെ ഉപമന്ത്രിണ ഉപമന്ത്രിമാർ അന്നുണ്ട്. മന്ത്രിമാരും ഉപമന്ത്രിമാരും ഒക്കെ അന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് സഭയിൽ ആൾക്കാർ ഹാജരാകുന്നത്. മന്ത്രിമാര്, ഉപമന്ത്രിമാര്, ഉപമന്ത്രിണോ രാജൻ സംബോധനയാണ്. നാനാഹാസ്യരസൈഹി വിഭും പലതരത്തിലുള്ള ഹാസ്യരസങ്ങളെ കൊണ്ട് വിഭുവിനെ നാനാഹാസ്യരസൈഹി വിഭും ഹാസ്യരസ പ്രധാനങ്ങളായ പലതരം നേരം പോക്കുകൾ കൊണ്ടും ഉപതസ്ഥുഹു സേവിച്ചു എന്നർത്ഥം. ഉപതസ്ഥുഹു അടുക്കലിരുന്ന് സേവിച്ചു എന്നർത്ഥം. നടാചാര്യാഹ നാട്യാചാര്യന്മാർ, നർത്തക്യഹ നർത്തകിമാർ, താണ്ഡവൈഹി താണ്ഡവങ്ങളെ കൊണ്ട്, പൃഥക് വെവ്വേറെ, വിഭും ഉപതസ്ഥുഹു ഭഗവാനെ സേവിച്ചു എന്നർത്ഥം. ആ സഭയില് ശ്രീകൃഷ്ണ ഭഗവാൻ ചെന്ന് കയറുമ്പോൾ ഇവർ മൂന്ന് മന്ത്രിമാരും കൂടിയാണ് ചെന്ന് കയറുന്നത്. ചെന്ന് കയറുമ്പോൾ ചുറ്റുമുള്ള നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുണ്ട്. അവരുടെ കൂടെയുള്ള ഉപമന്ത്രിമാരുണ്ട്. ഇവരെല്ലാവരും കൂടി സഭയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഹാസ്യരസപ്രധാനങ്ങളായ നേരം പോക്കുകൾ കൊണ്ടും നാട്യവിദ്യ കൊണ്ടും നൃത്തഭേദം കൊണ്ടും അവിടെ നിയോഗിച്ചിരിക്കുന്ന ആൾക്കാർ ഭഗവാനെ സേവിച്ചു എന്നർത്ഥം. കയറി ചെല്ലുമ്പോൾ ഭഗവാനെ സേവിക്കാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട്. അതില് നേരം പോക്കുകൾ മാത്രം പറയാം, കോമഡി പറയുന്ന ആൾക്കാരെ ഭരിതപരിഹാസങ്ങൾ കൊണ്ട് രസിപ്പിക്കുന്നവരുണ്ട്. നൃത്തം ചെയ്യുന്ന ആൾക്കാരുണ്ട്, നാട്യം പ്രയോഗിക്കുന്നവരുണ്ട്, താണ്ഡവ നൃത്തം ചെയ്യുന്നവരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. പ്രത്യേകം വരെല്ലാം ഓരോ സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് ഭഗവാനെ സേവിക്കലാണ് ഈ കൃത്യങ്ങളിലൂടെ എന്നർത്ഥം. തത്രോപമന്ത്രിണോ രാജൻ നാനാഹാസ്യരസൈർവിഭും
ഉപതസ്ഥുർനടാചാര്യാः നർത്തക്യസ്താണ്ഡവേ പൃഥക് തത്രോപമന്ത്രണോ രാജന്നാനാഹാസ്യരസൈർവിഭും ഉപതസ്ഥുർനടാചാര്യാः നർത്തക്യസ്താണ്ഡവേ പൃഥക് തത്രോപമന്ത്രണോ രാജന്നാനാഹാസ്യരസൈർവിഭും ഉപതസ്ഥുർനടാചാര്യാः നർത്തക്യസ്താണ്ഡവേ പൃഥക് മൃദംഗവീണാമുരജവേണു താളധരഫനൈഃ നനുതു ജഗുസ്തുഷ്ടുവശ്ച ഭൂതമാഗധവന്ദിന. എന്താണ് മൃദംഗം, വീണ, മുരജം, വേണു, താളം, ധരം, ശംഖ് എന്നിങ്ങനെയുള്ള വാദ്യങ്ങളുടെ സ്വനങ്ങളാൽ, ശബ്ദങ്ങളാൽ നനുതുഹു നൃത്തം ചെയ്തു, ജഗുഹു പാടി, തുഷ്ടുഹു സ്തുതിച്ചു. ആരൊക്കെ? ഭൂതമാഗധ വന്തികൾ. വന്തികളെയാണ് ദന്തികൾ എന്ന് വിളിക്കുന്നത്. വായും പായും ഒരുപോലെയാണ്, ഉച്ചാരണം കൊണ്ട് രണ്ടായി എന്ന് മാത്രമേ. അപ്പൊ അവിടെ ഭൂതമാഗധ ബന്ധികൾ, ഭൂതന്മാർ, മാഗധന്മാർ, പന്തികൾ ഇവരൊക്കെ മൃദംഗം കൊണ്ടും വീണ കൊണ്ടും മുരജം കൊണ്ടും വേണുകൊണ്ടും താളങ്ങൾ കൊണ്ടും ശംഖു കൊണ്ടും ഒക്കെ ഭഗവാന്റെ മുമ്പിൽ അവരൊക്കെ നൃത്തം ചെയ്തു, പാടി, സ്തുതിച്ചു. മൃദംഗ വീണാമുരജ വേണുതാളധരഫനൈ നനുതു ജഗുസ്തുഷ്ടുവശ്ച ഭൂതമാഗധബന്ദിന. മൃദംഗ വീണാമുരജ വേണു താളധരഫനൈ നനുതു ജഗുസ്തുഷ്ടുവശ്ച ഭൂതമാഗധബന്ദിന. മൃദംഗ വീണാമുരജ വേണുതാളധരഫനൈ നനുതു ജഗുസ്തുഷ്ടുവശ്ച ഭൂതമാഗധബന്ദിന. തത്രാഹുർബ്രാഹ്മണാ കേചിത് ആസീനാ ബ്രഹ്മവാദിന പൂർവേഷാം പുണ്യേശഫാം രാജ്ഞാം ച കഥയൻ കഥാഹാം. തത്ര ആഹുഹു അവിടെ പറയപ്പെട്ടു, ബ്രാഹ്മണാഹ കേചിത് ആസീനാഹ ബ്രഹ്മവാദിനഃ. വേദമന്ത്രം ചൊല്ലുന്ന കുറച്ച് ബ്രാഹ്മണരും ആ സഭയിലുണ്ടായി. ബ്രഹ്മവാദിനഃ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നവരായ ബ്രാഹ്മണാഹ കേചിത് അത്ര ആസീനാഹ, ചില ബ്രാഹ്മണർ അവിടെ ഉണ്ടായിരുന്നു. അവരെ വേദമന്ത്രങ്ങൾ ചൊല്ലി ബ്രഹ്മത്തെക്കുറിച്ച് വാദിക്കുന്നവരുമായി, വേദാന്തവാദം ചെയ്യുന്നവരുമായി. പൂർവേഷാം പണ്ടുള്ളവരുടെ, പുണ്യേശഫാം പുണ്യമായ യശസ്സുള്ളവരുടെ, രാജ്ഞാം രാജാക്കന്മാരുടെ, കഥാഹച അകഥയെ കഥകളെ പറഞ്ഞു. ഇതിനു മുമ്പ് മൺമറഞ്ഞു പോയ കുറെ രാജാക്കന്മാരുണ്ട്. ആ രാജാക്കന്മാരുടെ പുണ്യയശസ്സുകളാണ് അവർ. അവരുടെ കഥകളെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ബ്രാഹ്മണര് വേദം ചൊല്ലി, ചില ബ്രാഹ്മണർ വേദാന്ത ഘോഷങ്ങൾ നടത്തി, ചിലരെ ഇതിനു മുമ്പ് മൺമറഞ്ഞു പോയ പുണ്യയശസ്സുള്ള കുറെ രാജാക്കന്മാരുടെ കഥകൾ അവിടെ കഥയായിട്ട് പറഞ്ഞു പോകുന്നു. ആ സഭ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു സഭ. ഒരു മന്ത്രിസഭയാണ്. നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു മന്ത്രിസഭയിൽ നടക്കുക എന്നുള്ളത്. ഭഗവാന്റെ സഭയിൽ ഇത്രയും വൈശിഷ്ട്യങ്ങളോട് കൂടിയാണ് അവിടെ പ്രവർത്തിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തത്രാഹുർ ബ്രാഹ്മണ കേചിത് ആസീനാ ബ്രഹ്മവാദിന പൂർവേഷാം പുണ്യേശഫാം രാജ്ഞാം ച അകഥയൻ കഥാ. തത്രാഹുർബ്രാഹ്മണ കേചിത് ആസീനാ ബ്രഹ്മവാദിന പൂർവേഷാം പുണ്യേശഫാം രാജ്ഞാം ച കഥയൻ കഥാ. തത്രാഹുർബ്രാഹ്മണ കേചിത് ആസീനാ ബ്രഹ്മവാദിന പൂർവേഷാം പുണ്യേശഫാം രാജ്ഞാം ച കഥയൻ കഥാ. തത്രൈക പുരുഷോ രാജന്
ആഗതോ അപൂർവദർശനാം വിജ്ഞാപിതോ ഭഗവതേ പ്രീതിഹാരേ പ്രവേശിത. തത്ര അവിടെ ഏകപുരുഷ, ഒരു പുരുഷൻ, രാജൻ സംബോധനയാണ്, അല്ലയോ രാജാവേ, ആഗത വന്നു ചേർന്നു, അപൂർവ ദർശനം, ഇതിന് കണ്ടിട്ട് മുമ്പ് കണ്ടില്ലാത്ത ഒരാളാണ്. അപൂർവ ദർശനം, പൂർവം ദർശനം ഉണ്ടാകാത്തവനാണ് അപൂർവ ദർശനൻ. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു പുരുഷൻ ആ രാജസഭയിലേക്ക് കടന്നു വരാൻ വേണ്ടി വാതുക്കലെത്തി നിന്നു. തത്രൈക പുരുഷോ രാജൻ ആഗതോ അപൂർവ ദർശന വിജ്ഞാപിതോ ഭഗവതി പ്രതിഹാരി. ഭഗവാനോട് വിജ്ഞാപനം ചെയ്തു, അറിയിച്ചു. ആരെ? പ്രതിഹാരി. പ്രതിഹാരികൾ വാതുക്ക നിൽക്കുന്നവർ, ദ്വാരം തോറും വാതിൽ തോറും നിൽക്കുന്നവരാണ് പ്രതിഹാരികൾ, വാതുക്കൽ നിൽക്കുന്നവർ. അത് സ്ത്രീകളാകും മിക്കവാറും. കാവൽക്കാരധികവും സ്ത്രീകളായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ പ്രതിഹാരികൾ വന്നു പറഞ്ഞതനുസരിച്ച് പ്രവേശിത, അകത്തേക്ക് പ്രവേശനം കിട്ടി. അപരിചിതനായ ഒരു പുരുഷൻ വാതുക്കൽ വന്നു. പ്രതിഹാരികൾ ചെന്ന് ഭഗവാനോട് അറിയിച്ചു, ഒരാൾ വാതുക്കൽ കാണാൻ വന്നിരിക്കുന്നു, അവരെ കയറ്റിവിടട്ടെയോ? ശരി, കയറ്റിവിട്ടോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പുരുഷൻ രാജസദസ്സിലേക്ക് കടന്നു വന്നു. തത്രൈക പുരുഷോ രാജന് ആഗതോ പൂർവദർശന വിജ്ഞാപിതോ ഭഗവതേ പ്രീതിഹാരേ പ്രതിഹാരേ പ്രവേശിതാം. തത്രൈക പുരുഷോ രാജന് ആഗതോ പൂർവദർശന വിജ്ഞാപിതോ ഭഗവതേ പ്രതിഹാരേ പ്രവേശിതാം. തത്രൈക പുരുഷോ രാജന് ആഗതോ പൂർവദർശനം വിജ്ഞാപിതോ ഭഗവതേ പ്രതിഹാരേ പ്രവേശിതാം. സ നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലിം രാജ്ഞാമാവേദയത് ദുഃഖം ജരാസന്ധ നിരോധജം. സഹ അവൻ നമസ്കരിച്ചിട്ട് കൃഷ്ണായ പരേശായ, പരേശനായ കൃഷ്ണനോട് കൃതാഞ്ജലി കൈകൂപ്പിക്കൊണ്ടു. അയാൾ വന്ന് കൃഷ്ണനെ നമസ്കരിച്ചു. രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു, രാജ്ഞാം, രാജാക്കന്മാരുടെ ദുഃഖം ആവേദേ, രാജാക്കന്മാരുടെ ദുഃഖത്തെ അറിയിച്ചു. ആവേദേത്, ആവേദനം ചെയ്തു, അറിയിച്ചു. ആരാണ് ഈ രാജാക്കന്മാർ? ജരാസന്ധ നിരോധജം, ജരാസന്ധന്റെ നിരോധത്തിൽ നിന്നും ഉണ്ടായവരായ, ജരാസന്ധനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന രാജാക്കന്മാരുടെ ദുഃഖത്തെ. ജരാസന്ധ നിരോധജം ദുഃഖം ആവേദയത്, ജരാസന്ധൻ നിരോധിച്ച് ജയിലിലടച്ചിരിക്കുന്ന കുറെ രാജാക്കന്മാരുടെ ദുഃഖത്തെ ഈ വന്ന പുരുഷൻ രാജാവിനോട് അറിയിച്ചു എന്നർത്ഥം. രാജ്ഞാം ആവേദേ ദുഃഖം ജരാസന്ധ നിരോധജം, ജരാസന്ധ നിരോധജം ദുഃഖം ആവേദയത്. ജരാസന്ധ നിരോധജം രാജ്ഞാം ദുഃഖം ആവേദേ. നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലിം രാജ്ഞാമാവേദയത് ദുഃഖം ജരാസന്ധ നിരോധജം. നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലിം രാജ്ഞാമാവേദയത് ദുഃഖം ജരാസന്ധ നിരോധജം. നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലിം രാജ്ഞാമാവേദയത് ദുഃഖം ജരാസന്ധ നിരോധജം. ഏച ദിഗ്വിജയേ തസ്യ സന്നതിം നൃപാഹ പ്രസഹ്യരുദ്ധാസ്തേനാസന്നയുതേ ദ്വേ ഗിരിവ്രജേ. ഏച ആരാണോ, എന്തിനാണ് ഈ രാജാക്കന്മാരെ പിടിച്ചിങ്ങനെ ജയിലിൽ ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദിഗ്വിജയേ തസ്യ, അവന്റെ ദിഗ്വിജയത്തിൽ, തസ്യ ദിഗ്വിജയേ, ആ ജരാസന്ധന്റെ ദിഗ്വിജയത്തിൽ, സന്നതിം നയുഹു, കുനിഞ്ഞു കൊടുക്കാത്തവരായ, സന്നതിം നമസ്കാരത്തെ പ്രാപിക്കാത്തവരായ, നയു സന്നതിയെ പ്രാപിക്കാത്തവരായ,
സന്നതിം ന യേയുഹു നൃപാഹ. സന്നദ്ധിയെ പ്രാപിക്കാത്തവരായ രാജാക്കന്മാർ പ്രഫഹ്യ പെട്ടെന്ന് രുദ്ധാഹ രോധിക്കപ്പെട്ടു. പെട്ടെന്ന് ബലാത്കാരേണ രോധിക്കപ്പെട്ടു. പ്രഫഹ്യരുദ്ധ തേന അവനാൽ, പ്രഫഹ്യരുദ്ധ അവനാൽ ബലാത്കാരേണ പിടിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ടവരാ. അവരെ അയുതേ ദ്വേ, രണ്ട് അയുതസംഖ്യന്മാരാണ്. ദ്വേ അയുതേ, ആ രാജാക്കന്മാരെ 20,000. കോട്ടയിൽ ബലാത്കാരേണ ബന്ധിച്ചവരാണ്. അവരെ ദ്വേ അയുതേ, ആയുധം 10,000. 10,000-ന്റെ രണ്ടെണ്ണങ്ങൾ, അപ്പൊ 20,000. 20,000. ഗിരിവ്രജേ, ഗിരിവ്രജത്തിലാണ്. ഗിരിവ്രജം എന്ന ഒരു ജയിലിലാണ്, ഒരു സ്ഥലത്താണ് ഇവരെ നിബന്ധിച്ചിരിക്കുന്നത്. ഇതാണ് ആ കയറി വന്ന പുരുഷൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞത്, 20,000 രാജാക്കന്മാരുടെ ദുഃഖം അറിയിക്കാനാണ് ഞാൻ വന്നത്. ജരാസന്ധൻ അവരെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ജരാസന്ധന്റെ ദിഗ്വിജയത്തിൽ ഇവര് ജരാസന്ധനെ കീഴടങ്ങി നമസ്കരിച്ചില്ല. ഒരൊറ്റ കാരണം കൊണ്ട് ഇത്രയും പേരെ പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുക. അവരുടെ ദുഃഖം ഒന്നറിയിക്കാനാണ് ഞാൻ വന്നത് എന്ന്. ഏചദിഗ്വിജയേതസ്യാഫന്നതിർനയോർനൃപാഹ പ്രഫഹ്യരുദ്ധാസ്തേനാസന്നെ അയുതേ ദ്വേ ഗിരിവ്രജേ. ഏചദിഗ്വിജയേതസ്യാഫന്നതിർനയോർനൃപാഹ പ്രഫഹ്യരുദ്ധാസ്തേനാസന്നെ അയുതേ ദ്വേ ഗിരിവ്രജേ. ഏചദിഗ്വിജയേതസ്യാഫന്നതിർനയോർനൃപാഹ പ്രഫഹ്യരുദ്ധാസ്തേനാസന്നെ അയുതേ ദ്വേ ഗിരിവ്രജേ. കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജനാം വയം ത്വാം ശരണം യാമോ അവഭീതാ പൃഥക്ധിയ. കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ, അവരുടെ വാക്കുകളാണ്. ഹേ ശ്രീകൃഷ്ണ, അങ്ങ് അപ്രമേയാത്മനാണ്, അളക്കാനാവാത്ത ആത്മസ്വരൂപത്തോടു കൂടിയവനാണ്. പ്രപന്ന ഭയഭഞ്ജന, ആശ്രയിക്കുന്നവരുടെ ഭയത്തെ ഇല്ലാതാക്കുന്നവനാണ്. പ്രപന്ന ഭയഭഞ്ജനാണ്. പ്രപന്നന്മാർ ആശ്രയിച്ചവരുടെ ഭയത്തെ ഭഞ്ജിക്കുന്നവനാണ്, ഇല്ലാതാക്കുന്നവനാണ്. പ്രപന്ന ഭയഭഞ്ജനാണ്, അപ്രമേയാത്മാവാണ്. വയം ഞങ്ങൾ, ത്വാം ശരണം യാമ ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഭവഭീതാഹ സംസാരഭീതന്മാരായ ഞങ്ങൾ, പൃഥഗ്ധിയ പ്രത്യേകം പ്രത്യേകം ബുദ്ധി വേർപിരിഞ്ഞവരായ ഞങ്ങൾ. എന്നുവെച്ചാൽ ഞങ്ങളുടെ ബുദ്ധി ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നില്ല, പ്രാകൃത ബുദ്ധികളായി തീർന്നിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങൾ ഭവഭീതന്മാരായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങയെ തന്നെ ശരണം പ്രാപിക്കുന്നു. അങ്ങയെ ശരണം പ്രാപിക്കുന്നവരുടെ ഭയം ഇല്ലാതാക്കി കൊടുക്കുന്നവനാണ് അങ്ങ്. അളക്കാനാവാത്ത മഹാത്മ്യമുള്ളവനാണ് അങ്ങ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ തന്നെ ശരണം പ്രാപിക്കുന്നു. കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണം യാമോ ഭവഭീതാ പൃഥഗ്ധിയ. കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണം യാമോ ഭവഭീതാ പൃഥഗ്ധിയ. കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണം യാമോ ഭവഭീതാ പൃഥഗ്ധിയ. കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണം യാമോ ഭവഭീതാ പൃഥഗ്ധിയ. ലോകോ വികർമ്മനിരത കുശലേ കുശലേ പ്രമത്താം കർമ്മണ്യയം ത്വദുദിതേ ഭവദർച്ചനേ സ്വേ
യസ്താവതസ്യ ബലവാനിഹ ജീവിതാശാം സദ്യച്ഛിനത്യ നിമിഷായ നമോസ്തു തസ്മൈ. ലോകത്തിലുള്ള ജനങ്ങൾ വികർമ്മനിരത, വികർമ്മത്തിൽ താല്പര്യമുള്ളവരാണ്. വികർമ്മം വെച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്താതെ നമ്മളെ വേർതിരിച്ചു നിർത്തുന്ന കർമ്മങ്ങളുടെ പേരാണ് വികർമ്മം. നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്, ആ കർമ്മത്തിന്റെ ഫലമായി മോക്ഷമെന്ന ഭഗവത് പദത്തിലേക്ക് എത്തിക്കാതെ മാറ്റും. അതായത് ഈ ഭൗതിക ലോകത്തിലേക്ക് വീണ്ടും വീണ്ടും നമ്മളെ തള്ളിവിടുന്ന കർമ്മങ്ങൾ, ലൗകിക കർമ്മങ്ങൾ, അതാണ് വികർമ്മങ്ങൾ. അതിൽ നിരതന്മാരായിട്ട് കുശലേ പ്രമത്ത, എന്നിട്ട് കുശലത്തിൽ പ്രമത്തന്മാരായിട്ട് അവരവരുടെ കുശലകർമ്മങ്ങളിൽ മാത്രം മതിച്ചു നടക്കുന്നതായിട്ട് സ്വേ കുശലേ പ്രമത്ത, അവരവരുടെ സുഖത്തിനു വേണ്ടി മാത്രം മതിച്ചു നടക്കുന്നവരാണ്. കുശലം സുഖമാണ്. സ്വേ കുശലേ, സ്വന്തം കുശലത്തിന് വേണ്ടിയിട്ട്, പ്രമത്ത മതിച്ചു നടക്കും, എന്തു മാദകവൃത്തിയും ചെയ്യും സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട്. കർമ്മണി അയം ത്വദുദിതേ ഭവദാർച്ചനേ, കർമ്മത്വദുദിതേ, അങ്ങയാൽ പറയപ്പെട്ട, ഭവദർച്ചനെ അങ്ങയുടെ പൂജാരൂപമായ ആ അവരവരുടെ സ്വന്തം കർമ്മത്തിൽ ഇളകി മാറിയിട്ട് പ്രമത്തനായിട്ട് യസ്താവത് അസ്യ ബലവാനിഹ ജീവിതാശാം, യാതൊരുവനാണോ താവത് അത്രയും കാലം അസ്യ ഈ ലോകത്തിന്റെ ബലവാൻ ഇഹ ജീവിതാശാം, യാതൊരു ബലവാനാണോ അവന്റെ ജീവിത ആഗ്രഹത്തെ സദ്യ പെട്ടെന്ന് ഛിനത്തി ഛേദിക്കുന്നു. അനിമിഷായ നമോസ്തു തസ്മൈ, അനിമിഷനായ ദേവനായ, കണ്ണടയ്ക്കാതിരിക്കുന്ന ദേവനായ തസ്മൈ അവനായിക്കൊണ്ട് ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു. ഇത് ആ രാജാക്കന്മാർ ദൂതനോട് പറഞ്ഞയച്ച വരിയാണ്. ദൂതൻ അത് അതുപോലെ ഭഗവാനെ പാടി കേൾപ്പിക്കുകയാണ്. ഇതുപോലെയാണ് ലോകത്തിലുള്ള ജനങ്ങളൊക്കെ അന്തിമ കാലഘട്ടം വരെ വിരുദ്ധങ്ങളും കാമ്യങ്ങളുമായ കർമ്മങ്ങളിൽ ശ്രദ്ധയോടുകൂടിയിരിക്കുക. അതുകൊണ്ട് അവരവർക്ക് യോഗ്യമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഭഗവത് പൂജാരൂപമായ സ്വധർമ്മത്തിൽ അവരെ ശ്രദ്ധയില്ലാത്തവരായിരിക്കുക. അവരവരുടെ ആയുസിന്റെ അന്തിമ കാലഘട്ടം വരെ അവരവരെ വിരുദ്ധങ്ങളായ ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ് ഇവിടെ. പക്ഷെ വിരുദ്ധമായ കർമ്മമാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മൾ കർമ്മം ചെയ്യുന്നു, ഏതാണ് സത്കർമ്മം, ഏതാണ് ദുഷ്കർമ്മം, ഏതാണ് വികർമ്മം, ഇതൊന്നും നമുക്ക് ശരിക്കും നിശ്ചയമില്ല. അതുകൊണ്ടാണ് ഗീത പഠിക്കാൻ പറയുന്നത്. ഗീത അത് വിസ്തരിച്ച് പറയുന്നുണ്ട് ഏതൊക്കെയാണ്. അപ്പം വാസ്തവത്തിലെ ലോകത്തിൽ ജനങ്ങൾ അന്തിമ കാലഘട്ടം വരെയും കാമ്യങ്ങളും വികർമ്മങ്ങളും ആയ അനേക കർമ്മങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് സ്വേ കുശലേ, അവരവരുടെ കുശലത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്വധർമ്മത്തിൽ അവർക്ക് ശ്രദ്ധയില്ലാണ്ടാവും. അത് വിട്ടുകളി. സ്വധർമ്മം വിട്ടാണെങ്കിലും അവരിങ്ങനെയുള്ള വികർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സുഖം കിട്ടുന്ന അവരുടെ വിചാരം. അതുകൊണ്ട് സ്വധർമ്മത്തിൽ ശ്രദ്ധയില്ലാത്തവരാകും. അത്ര കാലവും അവര് ജനനമരണ രൂപമായ സംസാരത്തിൽ അകപ്പെട്ടിരിക്കുകയുള്ളൂ. ബലവാനിഹ, ബലവാൻ ആയിട്ട് അവര് ഈ ലോക ജീവിതത്തിൽ ആ ജന്മമരണ രൂപമായ സംസാര സങ്കടത്തിൽ അകപ്പെട്ടിരിക്കും. പക്ഷെ ഇതെല്ലാം അനിമിഷനായ ഭഗവാനെ അറിയാവുന്നത്. കണ്ണടയ്ക്കാതിരിക്കുന്നവനാണ് ഭഗവാൻ.
ഭഗവാനെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ഇന്ന് ഭഗവാൻ കാണില്ലല്ലോ ഇത് എന്ന് വിചാരിച്ച് രഹസ്യമായി നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അനിമിഷനാണ് ഭഗവാൻ, കണ്ണടയ്ക്കാതിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള കണ്ണടയ്ക്കാതിരിക്കുന്ന ആ ഭഗവാനായിക്കൊണ്ട് ആ ഭഗവാൻ ഈ പ്രവൃത്തി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് കാലസ്വരൂപനാണ് ഭഗവാൻ. ആഗ്രഹം കൂടാതെ, ഞങ്ങൾ അറിയാതെ, ഞങ്ങളുടെ സ്വധർമ്മം നിർവഹിക്കാതെ പോയ ആ ഒരു പോരായ്മ ക്ഷമിച്ച് ഞങ്ങൾക്ക് ഈ സംസാരത്തിൽ നിന്ന് മുക്തി കൊടുക്കണമേ എന്നാണ് ഇവരുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. ഇതാണ് വാസ്തവത്തിൽ ഇവരെ ജരാസന്ധന് കീഴ്പ്പെടാതെ അവരവരുടെ ശക്തി ഉപയോഗിച്ച് പൊരുതുമെന്ന് ജയം ആഗ്രഹിച്ചവരാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ജരാസന്ധൻ ഇവരെ പിടിച്ച് ജയിലിലടച്ചിട്ടത്. ഇത് കണ്ടപ്പോൾ ഈ രാജാക്കന്മാർ വിചാരിക്കുകയാണ്, കഷ്ടം, മനുഷ്യരൊക്കെ ദിഗ്വിജയം ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് വികർമ്മങ്ങൾ ചെയ്ത് ലോകത്തിൽ ഓടി നടക്കുകയാണ്. പക്ഷെ അവരുടെ സ്വധർമ്മങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ സംസാര ജീവിതത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. പക്ഷേ ഇതെല്ലാം അനിമിഷനായ ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങയ്ക്ക് മാത്രമേ ഈ സംസാരബന്ധനമെന്ന ആ കർമ്മത്തിൽ നിന്ന് ഞങ്ങളെ ഛേദിച്ച് മാറ്റി ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഹേ ഭഗവൻ, അങ്ങനെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. ലോകോ വികർമ്മ നിരത കുശലേ പ്രമത്താം കർമ്മണ്യയം ത്വദുദിതേ ഭവദർശനേ സ്വേ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യച്ഛിനത്യ നിമിഷായ നമോസ്തു തസ്മൈ. ലോകോ വികർമ്മ നിരത കുശലേ പ്രമത്താം കർമ്മണ്യയം ത്വദുദിതേ ഭവദർശനേ സ്വേ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യച്ഛിനത്യ നിമിഷായ നമോസ്തു തസ്മൈ. ലോകാവികർമ്മ നിരത കുശലേ പ്രമത്താം കർമ്മണ്യയം ത്വദുദിതേ ഭവദർശനേ സ്വേ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യച്ഛിനത്യ നിമിഷായ നമോസ്തു തസ്മൈ. അവരെ ഭഗവാനെ നമസ്കരിച്ചവർ നിൽക്കട്ടെ. നമ്മുടെ സമയം അതിക്രമിച്ച് നമുക്ക് ഇന്ന് ഉപസംഹരിക്കാൻ തീർന്നില്ല. 3-4 ശ്ലോകം കൂടി അവരെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അറിയിക്കുന്ന സങ്കടങ്ങളാണ്. നമുക്ക് ബാക്കി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ആർക്കേലും ഇതുവരെയുള്ള ഭാഗത്ത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. സാറേ, സുഗ്രീവാദികളായ നാല് കുതിരകളുണ്ടല്ലോ. അതെ. അതിനെന്തേലും ഈ ഓരോ കുതിരകൾക്കും ഓരോ റെപ്രസെന്റേഷൻ ഉണ്ടോ? ഇതിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നതല്ലോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് റെപ്രസെന്റേഷൻ ഇല്ല. ഇല്ലല്ലേ? കാരണം അവിടെ പ്രത്യേകിച്ച് എന്താണ് നമ്മളിപ്പൊ പറഞ്ഞു വരുന്ന പോലെ ഇന്ദ്രിയങ്ങളാണെന്നോ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയമാണെന്നോ കർമ്മേന്ദ്രിയമാണെന്നോ മനസ്സാണെന്നോ ബുദ്ധിയാണെന്നോ ഒരു പ്രത്യേക പേരിലല്ല ഒരാൾ അറിയപ്പെടുന്നത്. ഈ കുതിരകളുടെ ശക്തി കാണിക്കുന്ന പേരുകളാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഒന്ന് എന്താണ്, ഈ സുഗ്രീവൻ. സുഗ്രീവൻ എന്ന് വെച്ചാൽ ഉത്കൃഷ്ടമായ കഴുത്തുള്ളതാണ്. കുതിരകളുടെ കഴുത്ത് ഏറ്റവും ബലിഷ്ഠമാണെങ്കിൽ ആ കുതിരയ്ക്ക് നല്ല ശക്തി ഉണ്ടാകും. കൊണ്ട് സുഗ്രീവം എന്ന് ഒരു കുതിരയ്ക്ക് പേരുണ്ട്. പിന്നൊന്ന് ശൈബ്യം, ശിബിയുടെ രാജ്യത്തു നിന്ന് വന്നാണ്. അതൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കുതിരകളാണ്. അവരെയാണ് ശൈബ്യർ എന്ന് വിളിക്കുന്നത്. പിന്നൊന്ന് മേഘപുഷ്പം പോലെയാണ്. മേഘത്തിന്റെ വേഗതയിൽ പുഷ്പം പോലെ പറന്നു പോകുന്ന കുതിരയാണ്. മേഘം എത്ര വേഗതയിലാണ് സഞ്ചരിച്ചു പോവുക. പിന്നൊന്ന് വരാഹകമാണ്. വരാഹകവും മേഘത്തുണ്ടുകളാണ്, വെള്ളമേഘങ്ങളാണ്. അവരും അതേപോലെ മത്സരിച്ച് മേഘങ്ങളെ പോലെ ഓടിപ്പോകുന്ന കുതിരകളാണ്. ഈ വേഗതകളും ഈ സ്വഭാവവും കാണിക്കുന്ന പേരുകളല്ലാതെ നമുക്ക് വെറുതെ ഓരോ പേര് ഇന്ന സിംബലാന്ന് പറഞ്ഞ കാര്യമില്ല. സിംബലുകൾ എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ നമ്മൾ ഇന്ന് അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ തത്വം എന്നൊക്കെ പറഞ്ഞ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ശംഖിന് സിംബലാണ്, ചക്രത്തെ സിംബലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാതെ കുറെ
സിമ്പലുകളുടെ പുറകെ പോയി ഇത് കണ്ടെത്തിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും നേടാനുമില്ല. പക്ഷെ അങ്ങനെ പ്രവണത ഇക്കാലത്തുണ്ട്. ഇതെല്ലാം സിംബോളിക്കാണ് പോലും. അതുകൊണ്ട് അതിന്റെ പുറകെ എന്താണെന്ന് അന്വേഷിച്ചത് ഞാൻ ഉള്ളതുണ്ട്, ഇല്ലെന്നില്ല, അങ്ങനെയുള്ള പ്രത്യേകം തന്നെ പറയും. അതിനെ അന്വേഷിച്ച് പോവാം. ഇതിന് പോയിട്ട് യാതൊരു കാര്യം. സർ, കുരുക്ഷേത്ര യുദ്ധത്തിലും ഈ 4 കുതിരകളുള്ള രഥമല്ല ഭഗവാനുള്ളത്? എവിടെ? കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അകത്തും ഈ 4 കുതിരയുള്ള ഭഗവാൻ എവിടെ പോയാലും ഈ 4 കുതിരയുള്ളൂ. ഭഗവാന്റെ കുതിരകൾ ഈ 4 നാലും വെള്ളക്കുതിരകളായില്ലേ സാറേ? ആ. ശ്വേതഹരങ്ങളാണ്. സൂര്യന്റെ കുതിരകളാണോ 5? ഏതാ? സൂര്യന്റെ കുതിരകളാണോ 5? 7. സൂര്യൻ 7 കുതിര. ഓക്കെ. നമസ്തേ സർ. ആ. 20ാമത്തെ ശ്ലോകത്തില് 2ാമത്തെ വരി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. മൃദംഗ വീണ മുരജ വേണുതാള ദരസ്വനൈ നനുതു ജഗുസ്തുഷ്ടുശ്ച. നനുതുഹു ഒരു വാക്ക്, ജഗുഹു മറ്റു വാക്ക്, തുഷ്ടുഹു മറ്റു വാക്ക്. തുഷ്ടുവുഹു. നനുതുഹു നൃത്തം ചെയ്തു എന്നാണ്. അതെല്ലാം ഭൂതകാലത്തിലെ ലിറ്റിൽ രൂപമാണ്. നന്നത്തുഹു, നന്നത്തതുഹു, നന്നത്തു. ജഗുഹു അങ്ങനെ തന്നെയാണ്. ജഗൗ ജഗതുഹു ജഗുഹു പാടി. തുഷ്ടാവ തുഷ്ടവതുഹു തുഷ്ടുവുഹു അങ്ങനെ തന്നെയാണ്. തുഷ്ടുവുഹു സ്തുതിച്ചു. എല്ലാം ലിട്ട് ബഹുവചനങ്ങളുടെ രൂപമാണ്, പ്രഥമമാണ്. നന്നത്തുഹു ജഗുഹു തുഷ്ടുവുഹു കൂടി ചേരുമ്പോൾ നന്നത്തു ജഗുഫ് തുഷ്ടുവുശ്ച എന്ന് വരുന്ന. അത് ആദ്യം 3 തന്നെ ചൊല്ലി പഠിച്ചിട്ട് ഒന്നിച്ചാക്കിയാണ്. അപ്പൊ എല്ലാം കിട്ടില്ല. അന്നത്തെ കാലത്തെ വിനോദങ്ങളെയാണ് ഭഗവാന്റെ രാജസദസ്സിൽ നമ്മൾ കണ്ടത്, ഇല്ലേ സാറേ? അതന്നെ. കഥാപ്രസംഗം ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കേട്ട് സന്തോഷിച്ചുകൊണ്ടാണ് ഭഗവാൻ രാജസഭയിലേക്ക് പ്രവേശിക്കുന്നത്. ഗംഭീരമായ ഒരു രാജസദസ്. അതെ. നല്ല സുധർമ്മ ഗംഭീരമായ സുധർമ്മ ഇതുപോലെ എന്തൊക്കെയാണ് അവിടെ വേണ്ടതെന്ന് വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. പണ്ടൊരു ചാക്യാര് കൂത്തിൽ സുധർമ്മയൊന്ന് അവതരിപ്പിച്ച് കണ്ടു ഒരിക്കലും. അത് ശരി. അപ്പൊ അതിലാ നൃത്തവും നാട്യവും എല്ലാം കഥാപ്രസംഗവും എല്ലാം ചാക്യാരൊന്ന് തകർത്തു. കഥാപ്രസംഗവും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് സഭാവാസികൾ സഭയിലേക്ക് വന്നിരിക്കുന്നത്. അന്നത്തെ ഒരു മന്ത്രിസഭ വർണ്ണിച്ച ഇന്നത്തെ മന്ത്രിസഭ ഇപ്പോഴതിന് പകരം കസേരകളിയാ, ഇല്ലേ സാറേ? കസേരകളി, എടുത്ത് അടിക്കുക, പോലീസുകാരും പട്ടാളവും അതും ഇതും ഒക്കെയുള്ള ബഹളങ്ങൾ. രാജ്യസഭ മനസ്സിന് സന്തോഷിപ്പിക്കുന്ന ഒരു വിഷയങ്ങളും ഒരു വിഷയവും ഇല്ല. അതെ, അതോടുകൂടി വേണം അവര് കയറി പോകാനാണ്. ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോയി ഇപ്പോഴത്തെ മന്ത്രിമാരൊക്കെ പോയിരുന്നേ നല്ലത്. അതെ. പക്ഷെ എന്ത് ചെയ്യാന്, ഇതൊന്നും അവര് വായിക്കില്ലല്ലോ. അവർക്ക് പത്രം വായിക്കാൻ പോലും നേരമില്ലല്ലോ. ഇതൊക്കെയാണ് അതിന്റെ ഒരു സ്വഭാവം എന്ന് മനസ്സിലാക്കിയിരുന്നത്. അത് ശാന്തരാകാൻ പറ്റും അതിൻ്റെ അകത്തിരുന്ന്. അതൊരു മോഡലായിട്ട് അവതരിപ്പിച്ചാണ് ശരിക്കും. അപ്പൊ നമുക്ക് സംഹരിക്കാം സംശയങ്ങൾ തീർന്നെങ്കിൽ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ. നമസ്തേ. നമസ്കാരം. നമസ്കാരം.